எத்தனை பேர் இருக்கும், எத்தனை ஸ்டாஃப் இருக்கும்? 15 பேர் இருக்கும். ഓക്കെ ഓക്കെ. ഒരു മാസത്തിൽ എത്ര വട്ടി പോകും? 3 വട്ടം പോകും. ഈ കേര എല്ലാം പിടിക്കുന്നതെല്ലാം ഒന്ന് സൂണ്ടില്ലല്ലേ? വലയിൽ കിടയാതല്ലേ? ഓക്കെ. பாட்டு கேட்டு சவுண்ட் குறை. Facebook open. ரொம்ப ஸ்ட்ராங்காக இருக்கு. അപ്പോൾ ഏതാത് വെച്ച് ഉടയ്ക്കണമല്ലേ അത്? കാല് വെച്ച് ഉടയും മതി. കാല് വെച്ച് ഉടയാൻ മാറ്റാം. നല്ല ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ നടിക്കണം. நேரம் எடுத்துறவா பேரு சொல்லவே இல்லை ப்ரோ. மணிகண்டன். மணிகண்டன் மின்சார கண்ணன் சொல்லுது. அது சும்மா டைம் பாஸ் இருக்காங்க. പെറ്റ് നെയിമാ? സ്റ്റോറേജ് റൂം നീണ്ടകരയിൽ ഒരു ബോട്ടിൻ്റെ അകത്തുള്ള സ്റ്റോറേജ് റൂമാണ്. സ്റ്റോറേജ് റൂമിൽ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. വൈറ്റ് പ്രസൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഐസൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഐസുണ്ട്. ഇതുപോലുള്ള ഇഷ്ടംപോലെ ചേമ്പറിൻ്റെ അകത്താണ്. ഉള്ളിലൊക്കെ ഉൾക്കടലിലൊക്കെ പോയതിനു ശേഷം മീൻ പിടിച്ചിട്ട് ഇതുപോലെ ഐസ് ഇട്ടിട്ട് സംഭവം വയ്ക്കും. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് 130-ലധികമാണെങ്കിൽ മീനുണ്ടായിരുന്നു, കേര ഉണ്ടായിരുന്നു. സംഭവം തീർച്ചയായിട്ടുള്ളതാ. ഇവിടെ ഒരു 4-5 മീനും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പുറത്തും കൂടെ ഒരു 4-5 കേര ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത്രയും സ്റ്റാഫില്ല, 15ഓളം സ്റ്റാഫുള്ള ടോട്ടൽ ഈ ഒരു ബോട്ടിൻ്റെ അകത്തായിട്ടോ. അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും എല്ലാം ഇഷ്ടംപോലെ ബോട്ടുകൾ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ബോട്ടിലാണെങ്കിൽ ഒരു ബോട്ടിൽ നിന്ന് തിരച്ചി എടുത്തിട്ട് സംഭവം പോകുന്നുണ്ട് വെളിയിലോട്ട്. മിക്കതിലും കേരയാണ് കൂടുതലായിട്ട് നമുക്ക് ഇന്ന് വന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. തിരച്ചിയെ തിരിച്ച് മടക്കി എടുത്തിട്ടുണ്ട്. ഇത് നേരെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അതിന് കേരയാണ്, ഉള്ളും കേര. തിരച്ചിയുടെ കുട്ടികൾ, ചെറിയ തിരച്ചി, തിരച്ചി തന്നെയല്ലേ? തിരച്ചിയുടെ കുട്ടികൾ. അപ്പുറത്തൊക്കെയാണ്, ആ ബോട്ടിലാണ് ഇഷ്ടംപോലെ മീനുകളാണെങ്കിൽ സംഭവം അപ്പുറത്തോട്ട് എടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റും.